ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 10ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ ഒരു ബാലൻസ്, അതായത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് 2 ഡിജിറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്രിസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളത് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ട്രിക്കിലേക്ക് പോവാം. അപ്പോൾ അവിടെ ചെയ്തതുപോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് കൂടുതൽ അഡീഷൻ ഉണ്ട് എന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് 3 ഡിജിറ്റ് 2 എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ മെത്തേഡാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, എങ്ങനെയാണ് ക്രോസ് ആയിട്ടൊക്കെയുള്ള നമ്പേഴ്സ് എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് യൂണിറ്റ് പ്ലേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ചെയ്തതുപോലെ തന്നെ യൂണിറ്റ് പ്ലേസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 2 ആണ്. ബാലൻസ് ഒന്നുമില്ല, 1 × 2 2. അപ്പോൾ അതുപോലെ എഴുതുന്നു. നെക്സ്റ്റ് ചെയ്യേണ്ടത് ക്രോസ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻസ് ആണ്. നോക്കുക, ആദ്യം ചെയ്യേണ്ടത് ഇതും തമ്മിലുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ആഡ് ചെയ്യുക. 2 × 2 4 കിട്ടും, പ്ലസ് 1 × 1 1 ആണ്, 4 + 1 5 കിട്ടും. ആൻസർ 5 ഇവിടെ എഴുതുക, കഴിയും. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, അതായത് സെക്കൻഡ് ഡിജിറ്റും ഫസ്റ്റ് ഡിജിറ്റും തമ്മിലുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2 × 2 4, 1 × 1 1, 4 + 1 5 കിട്ടി. അവിടെ എഴുതി, ബാലൻസ് ഒന്നുമില്ല. ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് നോക്കുക, 3 ഡിജിറ്റും ഫസ്റ്റ് ഡിജിറ്റും അല്ലെ, തേർഡ് ഡിജിറ്റും ഫസ്റ്റ് ഡിജിറ്റും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ആൻസർ എന്താണ്? 1 × 2 2 കിട്ടും, പ്ലസ് 2 × 1 2 കിട്ടും, പ്ലസ് ഇവിടെയാണ് ഈ മിഡിലിൽ 2 നമ്പർ വെർട്ടിക്കലായിട്ട് കാണാം, 2ഉം 1 അല്ലേ, അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 എന്ന് പറയുന്നത് 2 തന്നെയാണ്, അതും കൂടെ എഴുതുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 + 2 + 2 6 കിട്ടും. ആ 6 ഇവിടെ എഴുതുക. ഓക്കെ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതുപോലെ മിഡിലിലെ 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് 3ഉം ആഡ് ചെയ്യുക. ആ ആൻസർ ഇവിടെ എഴുതുക. അവിടെയും ബാലൻസ് ഒന്നുമില്ല. ഇനി നോക്കുക, ഇനി ഇത് ചെയ്യണം. ഇവിടെയും ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്, ലാസ്റ്റ് ഡിജിറ്റ്സ് തമ്മിലുള്ളത്. അതായത് 1ഉം 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 2ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1ഉം 1ഉം ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും, 2ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. ആൻസർ 5 ആണ്. അപ്പോൾ ഇവിടെ 5 എഴുതുക. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി വരുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ആണ്. 1 × 2 1 × 2 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആൻസർ. 25,652. ഒന്നുകൂടെ പറഞ്ഞു തരാം, സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടെ ചെയ്തു തരാം. ഇപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഏതൊക്കെ തമ്മിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ഡയഗ്രമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് ഡിജിറ്റ് ഇൻറ്റു ഫസ്റ്റ് 1 × 2 2 കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഫസ്റ്റ് 2 ഡിജിറ്റ് തമ്മിലുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2 × 2 4 ആണ് അല്ലേ, 2 × 2 4, 1 × 1 1, 4 + 1 5 കിട്ടി. ആ 5 ഇവിടെ എഴുതുന്നു. ഇനിയുള്ള മൾട്ടിപ്ലിക്കേഷൻ തേർഡ് ഡിജിറ്റും ഫസ്റ്റ് ഡിജിറ്റും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 1 × 2 2 കിട്ടി, 2 × 1 2 കിട്ടി. അതുപോലെ എന്ത് ചെയ്യണം? ഈ മിഡിലെ 2 നമ്പേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 വെർട്ടിക്കൽ കുത്തനെയുള്ള നമ്പേഴ്സ് കാണാം നടുവിലായിട്ട്, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 2 ആണ്. അത് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. ആ 6 ഇവിടെ എഴുതുക. ഇനിയുള്ളത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഏത് നമ്പർ തമ്മിൽ? തേർഡ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും. അപ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 1 കിട്ടി, 2 × 2 4 കിട്ടി. 2 തമ്മിൽ ആഡ് ചെയ്യുക. കിട്ടുന്ന ആൻസർ 5 ആണ്. അതിവിടെ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡിജിറ്റുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ 1 × 2 2. ഇവിടെ എവിടെയും ക്യാരി ഓവർ ഇല്ല, അതായത് ബാലൻസ് ആയിട്ട് നമ്പേഴ്സ് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റും. അങ്ങനെ വരുവാണെങ്കിൽ അതുകൂടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആഡ് ചെയ്യണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അത് ഓർത്ത് വെച്ചാൽ മതി. അതെപ്പോഴും നമ്മൾ ഏതൊരു കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡീഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനും കൂടെ നോക്കാം. സിമ്പിളാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ സിമ്പിളായിട്ട് വരുള്ളൂ. അല്ലാതെ പെട്ടെന്ന് കണ്ട് ഇത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. നമ്മളത് പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് 2 ഡിജിറ്റ് 4ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2 8 ആണ്, ബാലൻസ് ഒന്നുമില്ല. 4 × 2 8. അടുത്ത ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും തമ്മിലുള്ളതാണ്. 3 × 2 മൾട്ടിപ്ലൈ ചെയ്യുക.
അതുപോലെ 3യും 4ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 3യും 2ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6 ആണ്. പ്ലസ് 3യും 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 12 ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 18 ആണ്. എന്ത് ചെയ്യണം? 18 കിട്ടിക്കഴിഞ്ഞാൽ 8 എഴുതുക, 1 ബാലൻസ് ഉണ്ട്. ഓർത്ത് വെച്ചാൽ മതി. ആ ഒരു മെത്തേഡ് നമ്മളെപ്പോഴും 2 ഡിജിറ്റ് വരുമ്പോൾ 1 ഡിജിറ്റ് എഴുതുള്ളൂ, 1 ബാലൻസ് വെക്കും, അല്ലാത്ത ഡിജിറ്റ് ബാലൻസ് വെക്കും. ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2നെ 2 കൊണ്ട്, 1നെ 4 കൊണ്ട്. 2 × 2 എന്ത് കിട്ടും? 4 കിട്ടും. പ്ലസ് 1 × 4 4 കിട്ടും. പ്ലസ് നടുവിലത്തെ ഈ 2 നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? നടുവിലുള്ള 2 നമ്പറിനെ നടുവിലുള്ള നമ്പേഴ്സ് തമ്മിൽ 3 × 3 9 കിട്ടും. 9 ഇവിടെ കിട്ടും. 4 + 4 8, 8 + 9 17 ആണ്. എന്ത് ചെയ്യും? നമ്മൾ 7 എഴുതും. 17 ആണ്. അതിൻ്റെ കൂടെ ഇവിടെ ഒരു 1 ബാലൻസ് ഉണ്ട്, ആ 1 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 17 + 1 = 18 കിട്ടും. 8 ഇവിടെ എഴുതുന്നു അല്ലേ? ബാലൻസ് 1. ഓക്കെ, മറന്നു പോകരുത്. ഇതുപോലെ മറന്നുപോയി കഴിഞ്ഞാൽ ആൻസർ മിസ്റ്റേക്ക് വരും. സോ ക്യാരി ഓവർ ആയിട്ടുള്ള 1 നമ്മൾ ആഡ് ചെയ്യും. ഇപ്പോൾ 2 × 2 4 കിട്ടി, 1 × 4 4 കിട്ടി, 3 × 3 9 കിട്ടി. ഇത് 3 ആഡ് ചെയ്തപ്പോൾ 17 കിട്ടി. ക്യാരി ഓവർ 1 ഉണ്ട്, ആ 1 കൂടെ ആഡ് ചെയ്യുന്നു, 18 കിട്ടി. ഇനി ചെയ്യേണ്ടത് എന്താ? ലാസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും, അതായത് തേർഡും സെക്കൻഡും തമ്മിലുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 × 3 എന്ത് കിട്ടും? 6 കിട്ടും. ഞാൻ ഇവിടെ എഴുതാം. 2 × 3 6 കിട്ടും. പ്ലസ് 1 × 3 3 കിട്ടും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 ആണ് അല്ലേ? 2 × 3 6, 1 × 3 3. ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും. ബാലൻസ് 1 ഉണ്ട്, അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ = 10 കിട്ടും അല്ലേ? 10 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 0 എഴുതണം. പിന്നെയും 1 ബാലൻസ് കിട്ടും. അടുത്ത സ്റ്റെപ്പും സിമ്പിളായിട്ട് ലാസ്റ്റ് 2 ഡിജിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ്. 1 ബാലൻസ് ഉണ്ട്. 2 + 1 3 കിട്ടും. അവിടെ 3 എഴുതും. ആൻസർ 30,888. ഇതാണ് മെത്തേഡ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ 3 ഡിജിറ്റ് വരുമ്പോൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ഓക്കെ, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് 1 ലൈനിൽ ആൻസർ കിട്ടും. ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടുള്ളൂ എഴുതിയ ആൻസർ കറക്റ്റ് ആണെന്നുള്ളത്. കാരണം നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വന്നിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് 3 ലൈൻസിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എഴുതി അത് 3 ആഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതിൽ നിന്ന് മറ്റൊരു മെത്തേഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ചെയ്ത് ആ ഒരു മെത്തേഡിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. എന്നാലും മാത്രമേ നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണ് എന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും കൺഫ്യൂഷൻ വരും ശരിയാണോ എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടെക്നിക്കുമായിട്ട് കാണാം. ഇതുവരെ